വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കേസീസ് ക്ലാസ്സസ്. കേസീസ് ക്ലാസ്സസിന്റെയും മറുപടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com തേർഡ് സെമസ്റ്റർ എക്സാംസ് കണ്ടിന്യൂ ചെയ്യാണ്. ഇന്ന് ഫിനിഷ് ചെയ്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പറാണ് ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് പാർട്ട് 1. സോ നമ്മൾ ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ദെൻ ഓൺലൈനായിട്ടുള്ള കോച്ചിങ്, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇന്ന് എക്സാം കഴിഞ്ഞു. വളരെ നല്ലൊരു പേപ്പർ തന്നെയാണ് വന്നിട്ടുള്ളത്. എസ്പെഷ്യലി essay പാർട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ വന്നു. തിയറി ആണെങ്കിലും പ്രോബ്ലം ആണെങ്കിലും. സോ നമുക്ക് എന്തെങ്കിലും ആ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ട് എന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിട്ടുള്ള ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിംഗ് പാർട്ട് 1. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പാർട്ട് എയില് പ്രൊട്ടക്റ്റീവ് അസസ്മെന്റ്. നമ്മൾ അസസ്മെന്റിൽ എന്തായാലും ഏതെങ്കിലും ഒരു ചോദ്യം പ്രതീക്ഷിച്ചിട്ടുള്ളതാണ്. 2 എണ്ണം വന്നു. രണ്ടാമത് ബെസ്റ്റ് ജഡ്ജ്മെന്റ് അസസ്മെന്റ്. ഇത് 2 ഞാൻ പറഞ്ഞതാണ്. ദെൻ ടാക്സ് അവോയ്ഡൻസ് ഷുവർ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. റിട്ടേൺ ഓഫ് ലോസ് പറഞ്ഞ ചോദ്യം. TDSന്റെ സിഗ്നിഫിക്കൻസ്. ദെൻ വാട്ട് ഈസ് മെൻ ബൈ റിബേറ്റ് അണ്ടർ ഇൻകം ടാക്സ് ലോ. ശരിക്കും പറഞ്ഞാൽ 4 എണ്ണം ഈസി ആയിട്ട് ആയി തന്നെ കിട്ടി. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 7 ഒരു പ്രോബ്ലം ഇടാറിന്റെ ടാക്സ് ട്രീറ്റ്മെന്റ് എഴുതാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം. 4 തിയറി ഈസി ആയിട്ട് കിട്ടും. അതുകൊണ്ട് പാർട്ട് എ വളരെ എളുപ്പമുള്ളതായിരുന്നു. ഇനി പാർട്ട് ബി ടാക്സ് പ്ലാനിങ് റിലേറ്റഡ് ടു ക്ലബിംഗ് ആൻഡ് അഗ്രിഗേഷൻ ഓഫ് ഇൻകം. ടാക്സ് പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു തിയറി വരാറുള്ളതാണ്. ഇനി നെക്സ്റ്റ് പ്രോബ്ലംസ് ആണ്. അതിലാദ്യം ക്വസ്റ്റ്യൻ നമ്പർ 9 ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ടോട്ടൽ ഇൻകം ഇതിന്റെ ഡീറ്റെയിൽസ് വന്നിട്ട് ടാക്സ് ലൈബിലിറ്റി ആണ് കാണാനുള്ളത്. കമ്പ്യൂട്ട് ഇൻകം ടാക്സ് ലൈബിലിറ്റി 115 BACയുടെ ഡീറ്റെയിൽസ് വന്നിട്ട് ന്യൂ ടാക്സ് റെജീം ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇൻഡിവിജ്വലിന്റെ ഈസി കാൽക്കുലേഷൻ ആണ് കേട്ടോ. അപ്പോൾ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10 ക്യാപിറ്റൽ ഗെയിൻ്റെ കാൽക്കുലേഷൻ എല്ലാം തന്നിട്ടുണ്ട്. ഫുൾ മാർക്ക് അടിക്കാൻ പറ്റുന്ന ഒരു ചോദ്യം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11 ഡിപ്രീസിയേഷൻ സാധാരണ വരാറില്ല കേട്ടോ. ഡിപ്രീസിയേഷനെ റിലേറ്റ് ചെയ്തുള്ള ചെറിയ ചോദ്യങ്ങൾ 3 വെയിറ്റേജിന് വരാറില്ല. ഇപ്രാവശ്യം വന്നു, എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. ദെൻ നെക്സ്റ്റ് യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് ഗ്രോസ് ആനുവൽ വാല്യൂ. നമ്മൾ എന്തായാലും പറഞ്ഞാണ് HP നിന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നുള്ളത് വന്നു. ദെൻ നെക്സ്റ്റ് കമ്പ്യൂട്ട് ടാക്സബിൾ പോർഷൻ ഓഫ് കമ്മ്യൂട്ടഡ് പെൻഷൻ. അഗെയിൻ റിപ്പീറ്റഡ് അല്ല. പെൻഷനൊക്കെ സാധാരണ ഇതിൽ നിന്നൊക്കെ 3 വെയിറ്റേജിൻ്റെ വലിയ ചോദ്യങ്ങളാണ് വരാറ്, സാലറി മൊത്തം കാണാൻ വേണ്ടിയിട്ട്. ഇത് ഡിഗ്രിക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ ചോദിക്കാറില്ല. ഇപ്രാവശ്യം അങ്ങനെ ചോദിച്ചു, അറിഞ്ഞുകൂടാ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14 നമുക്ക് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ഇൻകം ടാക്സ് ലയബിൾ ടു ടാക്സ് ഫോർ ദി അസസ്മെന്റ് ഇയർ 24-25 നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ തന്നിട്ടുണ്ട്. പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം. അപ്പോൾ പ്രോബ്ലംസ് ആണ് എല്ലാതും വന്നിട്ടുള്ള കേട്ടോ. തിയറി എന്ന് പറയുന്നത് ആ കൂടിയിട്ട് ഒരൊറ്റ ചോദ്യമാണ് വന്നിട്ടുള്ളത്. 6 പ്രോബ്ലംസ് ആണ് പാർട്ട് ബിയിൽ. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത പാർട്ട് കേട്ടോ. essay പാർട്ടാണ് ഞാൻ പറഞ്ഞു, വളരെ കംഫർട്ടബിൾ. നമ്പർ 1 പ്രൊസീജിയർ ഓഫ് ഫയലിംഗ് ഓഫ് റിട്ടേൺ. ഞാൻ എന്തായാലും പറഞ്ഞ ചോദ്യം വന്നു. ദെൻ എക്സംപ്റ്റഡ് ഇൻകം ഏതെങ്കിലും എഴുതാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്സംപ്റ്റഡ് ഇൻകംസ്. പിന്നെ പ്രോബ്ലം ആണ് റെസിഡന്റ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ഹി പ്രൊവൈഡ്സ് ദി ഫോളോയിങ് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 17 പ്രോബ്ലം. അതിനുശേഷം ഏറ്റവും എളുപ്പമുള്ള ഇവിടെ കമ്പ്യൂട്ടർ ടോട്ടൽ ഇൻകം കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളതാണ് 17. 18 ഞാൻ എന്തായാലും പ്രതീക്ഷിച്ച ചോദ്യം. നമുക്ക് ഇൻകം ഫ്രം എന്താണ് PGBP ബിസിനസ് ഓർ പ്രൊഫഷനാണ്. വളരെ നല്ലൊരു ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം വേണമെങ്കിൽ പ്രോബ്ലം ചെയ്യാം, തിയറി ആണെങ്കിൽ തിയറിക്കും ഓപ്ഷൻ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു പേപ്പറാണ് വന്നിട്ടുള്ളത് കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട് ഇൻകം ടാക്സ്. ഇനി നെക്സ്റ്റ് വരാൻ പോകുന്നത് റിസർച്ച് മെത്തഡോളജിയാണ്. നമ്മളതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.